ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. കരിയർ റീഡിംഗ്. വാവ്, കരിയർ റീഡിംഗ് ആണ്. ഓക്കേ, ഓക്കേ. കരിയർ റീഡിംഗ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മളിവിടെ നോക്കിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എനിക്കുണ്ടായിരുന്ന സോൾമേറ്റ്, അല്ലെങ്കിൽ ഞാൻ സോൾമേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ പാർട്ട്ണറായിട്ട് കരുതിയിരുന്ന ആളുകളുടെ ഓർമ്മകൾ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു. ഇനി എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധ കിട്ടുന്നില്ല, എന്നെ കൊണ്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല, മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ മറ്റുള്ളവരുമായിട്ട് വഴക്കിട്ടിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് പുറമേയുള്ള എനർജി, അല്ലെങ്കിൽ വേറെ വല്ല ആളുകളായിട്ടൊക്കെ വഴക്കിട്ട ഒരു എനർജി ഉണ്ടാകാം. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് അവിടെ ആരുടെയെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടാകാം. നിങ്ങൾ വിശ്വസിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണി മേടിച്ച് കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു വഴക്ക്, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പുറമേ അറിയുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൊതുവെ ശ്രദ്ധ വരുന്നില്ല. അത് ഈ ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പൊതുവെ ശ്രദ്ധ കിട്ടുന്നില്ല. കാരണം നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ, നല്ല രീതിക്ക് ശ്രദ്ധ ചെലുത്തുവാണെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകാനായിട്ട് പറ്റും ടോട്ടലി. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, പണിയെടുക്കണം. പണിയെടുക്കാതെ ഒരു പരിപാടി നടക്കില്ല. അല്ലാതെ നമ്മൾ യൂണിവേഴ്സ് നമുക്കത് ചെയ്തു തരും, മറ്റുള്ളവർ നമുക്കത് ചെയ്തു തരും, താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നല്ല രീതിക്കുള്ള ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ കരിയർ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുവാണെങ്കിലും എന്ത് കാര്യങ്ങളും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പരിപാടിയിൽ നിന്ന് നിങ്ങളത് ടോട്ടലി അതിൽ നിന്ന് മുക്തമായിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പല കാര്യങ്ങളും നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കരിയർ സൈഡ് വഴി പോകുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ടോട്ടലി മുക്കിയെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. കരിയറിലല്ല ഫോക്കസിങ്. കരിയറിൽ ഫോക്കസിങ് ചെയ്യണം എന്ന് വിചാരിച്ചാലും അതൊന്നും പറ്റാതെ നിങ്ങൾ ടോട്ടലി മറ്റുള്ള രീതിയിലൊക്കെ, മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കണ്ണടച്ചിരുട്ടാക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം. ഇപ്പൊ ഇത് കാണുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് കുറച്ച് ആളുകൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓൾമോസ്റ്റ് ഒരു 70% ആളുകൾക്ക് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് നിങ്ങളുടെ ഇതിൽ ഉണ്ടായിട്ടുണ്ട്.
ആ ഒരു കാര്യം നിങ്ങളെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കാം ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം വിട്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് മൂവ് ഓൺ ചെയ്ത് അവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്യാഷ് കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. അതായത് എല്ലാത്തിനും ഒരു പുതിയൊരു തുടക്കം. അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു കംഫർട്ട് സോണായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. റിസ്ക് എടുക്കാൻ തയ്യാറാകണം. റിസ്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. എല്ലാത്തിനും റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാതെ ഒരു പരിപാടിയും നമ്മളിലോട്ട് വരുന്നതല്ല. കാരണം നമ്മൾ എന്താണോ ചോദിച്ചത് ആ ഒരു കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കാണുന്ന ആളുകൾ കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് വൈസ് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. അത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എല്ലാരും വല്യച്ഛനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ വല്യച്ഛൻ എന്തെടുക്കുന്നു, വല്യച്ഛന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണ്ടില്ലല്ലോ. പുള്ളി ഇവിടെയൊന്നുമില്ല. പുള്ളി ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എവിടെയൊക്കെ പഴംപൊരി കിട്ടുന്നു ഫ്രഷ് ആയിട്ട്, എവിടെയൊക്കെ പരിപ്പുവട കിട്ടുന്നു, എവിടെയൊക്കെ വറുത്ത പലഹാരങ്ങൾ കിട്ടുന്നു എന്ന് സെർച്ച് ചെയ്ത് അവിടെയൊക്കെ പോയി കഴിക്കുന്നു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നു. അതാണ് വല്യച്ഛൻ. ഹൈ കൊളസ്ട്രോൾ ആണ്, അതുകൊണ്ട് ആരും കൊടുക്കൂല. അതുകൊണ്ട് പുറമേ പോയി കഴിക്കുന്നു. യെസ്. ഓക്കെ, അതായത് നിങ്ങളിലോട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവോ, നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ജോലിയിലോട്ട് പോകണോ, അല്ലെങ്കിൽ ഇത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ രണ്ട് ഓപ്ഷൻസ് ജീവിതത്തിൽ, അതെടുക്കണോ ഇതെടുക്കണോ, ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കിട്ടിയിട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഞാൻ പലതിലോട്ടും പോയി കഴിഞ്ഞാൽ അത് ശരിയാവോ, ഞാൻ പുതിയ ജോലിയിൽ കയറിയാൽ ശരിയാവോ, അല്ലെങ്കിൽ എനിക്ക് പുതിയ ജോലി കിട്ടുമോ, എനിക്ക് ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത. അപ്പൊ ആ ഒരു കാര്യം, അതായത് നമ്മൾ താൻ പാതി ദൈവം പാതി, അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അത് ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്ക് ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ. പല കാര്യങ്ങളും നമ്മൾ എന്താ പറയാ, ഒരു ബിൽഡിങ് കെട്ടിപ്പൊക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ബേസ്മെന്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും 10ാമത്തെ നില വരെ എത്താൻ പറ്റില്ലല്ലോ. അത് പതിയെ അത് പൊക്കിയേ അതിന്റെ ആ ഒരു അവസാന ഘട്ടത്തിലോട്ട് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്ന് മാറ്റുക. മനസ്സിലായോ? കാരണം അവനവന്റെ കഴിവുകൾ അവനവൻ തന്നെ ഒന്ന് തിരിച്ചറിയുക. മാത്രമല്ല, നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകളോട് ചർച്ച ചെയ്യാതിരിക്കുക. നമ്മൾക്ക് പോസിറ്റീവായിട്ട് തരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിന് നല്ല രീതിയിൽ നമ്മൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോട് മാത്രം ചർച്ച ചെയ്യുക. അല്ലാതെ വരുന്നവരോടും പോകുന്നവരോടും, ഇപ്പൊ നിങ്ങളുടെ പല ഫ്രണ്ട്സ് ഉണ്ടാവാം, റിലേറ്റീവ്സ് ഉണ്ടാവാം, എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരാൾ ഒറ്റക്ക് പൊരുതി ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. മറ്റുള്ളവരുടെ ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റക്ക് ഒരാൾ പൊരുതി വരുന്നതാണ്. ഒറ്റക്ക് ഒരാൾ ജീവിതം രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാരണം നിങ്ങളിലോട്ട് വരുന്നത് എല്ലാം പുതിയൊരു കാര്യങ്ങളാണ്, എല്ലാം പുതിയൊരു പരിപാടിയാണ്. അപ്പൊ അതൊന്ന്
നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ടല്ലാതെ എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയില്ല, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അതിന്റെ പിറ്റന്നാൾ ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം, അങ്ങനെ ഇരുന്നാ അവിടെ ഇരിക്കും. മനസ്സിലായോ? ഇല്ലാന്നുണ്ടെങ്കിൽ എണീക്കാൻ തുടങ്ങിയ എണീക്കും. അപ്പോൾ എണീക്കാൻ തുടങ്ങുമ്പോൾ എന്താ, അതിൻ്റെ അകത്ത് ശത്രുക്കളുണ്ടാവും, കരയേണ്ടി വരും, വിഷമങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, പല പരിപാടികളുണ്ടാവും. അപ്പൊ അതൊക്കെ റിയാക്ട് ചെയ്ത് അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് പോവുക. അതാണ് നമ്മളുടെ ഒരു കാര്യം. ഓക്കെ, ന്യൂ ബിഗിനിങ്സ്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഇന്നർ സ്ട്രെങ്ത്. ഓക്കെ, അതായത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്താണോ വരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്, എനിക്കൊരു പുതിയൊരു ജീവിതം വേണം, എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് ഹാപ്പിനെസ് വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്കിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെയല്ല, എനിക്കൊരു പുതിയ ജീവിതത്തിൽ ഒരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നല്ലെങ്കിൽ മദർ മേരീനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ദുർഗാദേവീനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എല്ലാവരും ഒന്ന് തന്നെയാണെന്നേ, പല പല രൂപങ്ങളിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു പ്രസൻസ്, ആ ഒരു കാര്യം, ആ ഒരു പോസിറ്റീവ് ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഇന്നർ സ്ട്രെങ്ത്, അതായത് ഈ കാണുന്ന ആളുകൾക്ക് ഞാൻ നല്ല ധൈര്യശാലിയാണ്, ഞാൻ ഒരു ധൈര്യവാനാണ്, ഒന്നുമല്ല, എന്തെങ്കിലും ഒരു ലോല ഹൃദയമുള്ളവരാണ് കാണുന്നത്. ഉള്ളില് പുറമേ ഒന്നും കാണിക്കൂല, പക്ഷെ ഉള്ളില് നല്ല രീതിക്ക് ലോല ഹൃദയന്മാരും ലോല ഹൃദയ ഫീമെയിലിന് എന്താ പറയണ, ലോല ഹൃദയത്തിന് എനിക്കറിയാൻ പറ്റില്ല, ലോല ഹൃദയത്തിന് ഉടമകളാണ് ഈ കാണുന്നത്. പെട്ടെന്ന് വിഷമിക്കുന്നവര്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവര്, അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്നവര്, പെട്ടെന്ന് എന്താ പറയാ ഒരു സ്ട്രഗിളിലോട്ട് അയ്യോ 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 എന്ത് അങ്ങനെയൊക്കെ ആലോചിക്കും. അതൊക്കെ വിട്ടുകളയുന്നേ, അതൊക്കെ ഒരു കാര്യങ്ങളല്ല, അതൊക്കെ എല്ലാവരും ആലോചിക്കും. ഈ ആലോചനയും ചിന്തയൊക്കെ വിട്ടുകളയും. മനസ്സിലായോ? അതൊക്കെ വിട്ടുകളയാം നമുക്ക് വരുന്ന കാര്യങ്ങളിലോട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ, ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും, ഞാൻ നല്ല രീതിയിൽ ഫിസിക്കൽ അപ്പിയറൻസ് ആക്കി ഞാൻ നല്ല രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്ന് ആലോചിക്കുന്ന ആളുകളാണ്. കാരണം ഡ്രസ്സിങ്ങിൽ വരെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരു എന്താ പറയാ കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ അതിന് പല രീതിയിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കണം, അത് ഇത്തിരി പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അപ്പൊ അത് നിങ്ങളത് സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരു പർട്ടിക്കുലർ സാധനം കുറച്ച് നാളായിട്ട് അത് വാങ്ങിക്കണമെന്ന് മനസ്സിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്നുണ്ടാകാം. അപ്പൊ ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ പണിയെടുക്കണം. അല്ലാതെ ദൈവം കൊണ്ടുവന്ന് തരും, യൂണിവേഴ്സ് എനിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ കയ്യിലോട്ട് ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഇരുന്ന് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ 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 2070 ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്നാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. എല്ലാവർക്കും നല്ല രീതിയിൽ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.